വാർത്തകൾ തുടരുന്നു. വീടിനോട് ചേർന്ന പാടം പാട്ടത്തിനടുത്ത് പച്ചക്കറി കൃഷി ആരംഭിച്ച ടി.എൻ. പ്രതാപൻ എം.എൽ.എ. നൂറുമേനി വിളയിച്ചു. തളിക്കുളത്തെ വീടിന് സമീപമാണ് ഒരേക്കർ സ്ഥലത്ത് എം.എൽ.എ. പച്ചക്കറി കൃഷി നടത്തിയത്. വെണ്ട, പടവലം, കൈപ്പക്ക, ചീര, പയർ, മത്തങ്ങ, കുമ്പളം തുടങ്ങി പച്ചക്കറികളാണ് കൃഷി ചെയ്തത്. ജൈവവളം ഉപയോഗിച്ചാണ് കൃഷി പരിപാലിച്ചത്. രാവിലെ നടന്ന ചടങ്ങിൽ ടി.എൻ. പ്രതാപൻ തന്നെ വിളവെടുപ്പ് ഉദ്ഘാടനം നടത്തി. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P.I. ഷൗക്കത്ത് അലി, ജനപ്രതിനിധികളായ C.M. നൌഷാദ്, ബാബു പല്ലത്ത്, പൊതുപ്രവർത്തകർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. പിന്നെ ആ ഭാഗത്ത് നാട്ടിക ഗ്രാമപഞ്ചായത്ത് 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തനം ആരംഭിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം T.J. സനീഷ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൻ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം C.M. നൌഷാദ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീദേവി ഷൺമുഖൻ, ശ്രീദേവി മാധവൻ, C. ശങ്കരനാരായണൻ, P.S.P. നസീർ, P.M. സിദ്ദിഖ്, C.S. മണികണ്ഠൻ എന്നിവർ പങ്കെടുത്തു. ദുരിതാശ്വാസ നിധി രൂപീകരിച്ചുകൊണ്ട് അർഹരായ ആളുകളെ കണ്ടെത്തിക്കൊണ്ട് നാട്ടിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കഷ്ടപ്പെടുന്ന തൊഴിലാളികൾക്ക് അല്ലെങ്കിൽ കഷ്ടപ്പെടുന്ന കർഷകർക്ക് അല്ലെങ്കിൽ അത്തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വൃദ്ധജനങ്ങൾക്ക് ഒക്കെ അവർക്ക് കഴിയുന്ന ഒരു സഹായം കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഗ്രാമപഞ്ചായത്തുകളിലാണ് നാട്ടിയ ഗ്രാമപഞ്ചായത്ത് കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് ലഭിക്കുന്ന പ്ലാൻ ഫണ്ടും അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ എങ്ങനെ ഉപയോഗപ്രദമാക്കാം എന്നുള്ള പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്ന ഒരു പുതിയ മോഡൽ ആളുകളിൽ നിന്ന് ഏതൊക്കെ മേഖലകളിൽ നിന്ന് സഹായം നാടിന്റെ സമഗ്രമായ ഒരു വികസനം, സമഗ്രമായ ഉയർച്ച ലക്ഷ്യമായിക്കൊണ്ട് എങ്ങനെയുള്ള ആളുകളെയാണ് ഉയർത്തിക്കൊണ്ട് പുതിയ മോഡൽ വികസനമാണ് നാട്ടിക ഗ്രാമപഞ്ചായത്ത് ഹെൽപ്പ് ഡെസ്കിന്റെ ഉദ്ഘാടനം അല്ലെങ്കിൽ ഹെൽപ്പ് ഡെസ്കിന്റെ പ്രവർത്തനം ആയാലും ഗവൺമെന്റ് സ്ഥാപനങ്ങളായാലും ഒക്കെ. താന്യം ഗ്രാമപഞ്ചായത്തിൽ കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ പച്ചത്തേങ്ങ സംഭരണം ആരംഭിച്ചു. ഗീതാഗോപി M.L.A. ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് P.R. സുശീല അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് C.R. മുരളീധരൻ, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ അജിത് കുമാർ, കൃഷി ഓഫീസർ K.M. അനിത എന്നിവർ സംസാരിച്ചു. ഭാര്യയെ കുത്തിപ്പരിക്കേൽപ്പിച്ച കേസിൽ കാട്ടൂർ മുനയത്ത് കൊല്ലാറ വീട്ടിൽ ആനന്ദനെ കാട്ടൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ഭാര്യയുമായി പിണങ്ങിക്കഴിഞ്ഞിരുന്ന ഇയാൾ കഴിഞ്ഞ ഞായറാഴ്ച രാത്രി പൊഞ്ഞനത്തുള്ള ഭാര്യ വീട്ടിൽ എത്തി ഭാര്യ മിനിയെ കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു. പരിക്കേറ്റ മിനി ഇരിങ്ങാലക്കുട കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ്. കാട്ടൂർ SI ടോണിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. പെരിഞ്ഞനം ഗവൺമെന്റ് UP സ്കൂൾ 110ാം വാർഷികാഘോഷവും അധ്യാപക രക്ഷാകർതൃ ദിനാചരണവും പഞ്ചായത്ത് പ്രസിഡന്റ് വൃന്ദ പ്രേംദാസ് ഉദ്ഘാടനം ചെയ്തു. അധ്യാപകരും രക്ഷാകർത്താക്കളും തമ്മിലുള്ള ഒരു സ്വരമ നമ്മൾ ഈ പ്രവർത്തന റിപ്പോർട്ടിൽ തന്നെ കാണുന്നത്. അത്ര നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ അധ്യയനവർഷത്തിൽ ഇവിടെ നടന്നിട്ടുള്ളത്. എനിക്കൊരു കാര്യം പറയാനുള്ളൂ. ഇപ്പം അടുത്ത അധ്യയന വർഷത്തിൽ നമ്മുടെ വിദ്യാലയത്തിൽ നടപ്പിലാക്കേണ്ട പ്രവർത്തനങ്ങളെ കുറിച്ച് ഒരു കരട് ഇപ്പോൾ എല്ലാ വിദ്യാലയങ്ങളിലും തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ആ അടുത്ത വർഷത്തെ പ്രവർത്തനത്തിൽ നമുക്കറിയാം, ഇപ്പോൾ നമ്മുടെ വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന ചില മാനസിക പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ കൗൺസിലിംഗ് എന്ന് പറയുന്നത് വർഷത്തിലൊരിക്കലൊക്കെയാണ് നമ്മൾ സംഘടിപ്പിക്കാറ്. അതല്ലാതെ ഒരു സ്ഥിരം സംവിധാനമായിട്ട് നമ്മുടെ വിദ്യാലയത്തിൽ നടപ്പിലാക്കേണ്ട കാര്യം ഗൗരവമായി PTA ആലോചിക്കണമെന്നാണ് ഒരു അഭ്യർത്ഥനയായിട്ട് പറയാനുള്ളത്. PTA പ്രസിഡന്റ് RS രഘുനാഥ് അധ്യക്ഷത വഹിച്ചു. കുട്ടികൾ തയ്യാറാക്കിയ മൊഴി വാർത്താ പത്രിക ജില്ലാ പഞ്ചായത്ത് അംഗം ഹഫ്സ ഒഫൂർ പ്രകാശനം ചെയ്തു. സ്റ്റാഫ് പ്രതിനിധി VA സിന്ധു റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബിന്ദു സന്തോഷ് ഉപഹാര സമർപ്പണം നടത്തി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NK അബ്ദുൽ നാസർ, വിനിത മോഹൻദാസ്, ഉഷ പ്രകാശൻ, TP രഘുനാഥ്, ഗീത മാധവൻ, SML ചെയർമാൻ സജിത, പ്രധാനാധ്യാപിക VR ഗീത, സ്കൂൾ ലീഡർ P ചാരുദർശൻ എന്നിവർ സംസാരിച്ചു.
കൂരിക്കുഴിയിൽ പോപ്പുലർ ഫ്രണ്ട് SDPI സംഘടനകളുടെ പ്രചരണ ബോർഡുകളും ബാനറുകളും സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചതായി പരാതി. കുറ്റക്കാർക്കെതിരെ പോലീസ് കർശന നടപടിയെടുക്കണമെന്ന് പ്രതിഷേധ യോഗം ആവശ്യപ്പെട്ടു. SDPI ബ്രാഞ്ച് പ്രസിഡന്റ് നിസാം കൂരിക്കുഴി, പോപ്പുലർ ഫ്രണ്ട് യൂണിറ്റ് പ്രസിഡന്റ് ഇസ്മയിൽ, ബഷീർ കാട്ടിലപ്പറമ്പിൽ, ഷാഹിദ് തിണ്ടിക്കൽ, TM അൻവർ എന്നിവർ സംസാരിച്ചു. KNM ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നേതൃപരിശീലന ക്യാമ്പും പ്രതിനിധി സമ്മേളനവും കയ്പമംഗലം നവോത്ഥാന നഗറിൽ സംഘടിപ്പിച്ചു. KNM സംസ്ഥാന സെക്രട്ടറി ഉബൈദുള്ള താനാളൂർ ഉദ്ഘാടനം ചെയ്തു. KNM ജില്ലാ പ്രസിഡന്റ് KA അബ്ദുൽ ഹസീബ് മദനി അധ്യക്ഷനായി. അബ്ദുൽ ലത്തീഫ് കുരുമ്പുലാക്കൽ, EA അബ്ദുള്ള, അബ്ദുൽ ഖാദർ കടവനാട്, താജുദ്ദീൻ സ്വലാഹി, അബ്ദുൽ ജബ്ബാർ കുന്നംകുളം, അബ്ദുൽ സലാം മാസ്റ്റർ, KV അബ്ദുൽ ഖാദർ എന്നിവർ സംസാരിച്ചു. പ്രവാസി മലയാളി കർഷകരത്ന അവാർഡ് ജേതാവ് സഫർ അലി ഇസ്മയിലിനെ ചടങ്ങിൽ ആദരിച്ചു. PK മജീദ് സ്വാഗതവും VH ഇസഹാഖ് നന്ദിയും പറഞ്ഞു. കാട്ടൂർ നെടുമ്പുര കണ്ടേങ്ങാട്ടിൽ രാമകൃഷ്ണൻ നിര്യാതനായി. 73 വയസ്സായിരുന്നു. ശാരദയാണ് ഭാര്യ. മണികണ്ഠൻ മകനാണ്. കയ്പമംഗലം അയിരൂർ മഠത്തിൽ റിട്ടയർഡ് ഹെഡ്മാസ്റ്റർ MN കൃഷ്ണൻ എമ്പ്രാന്തിരിയുടെ ഭാര്യ രുക്മണി നിര്യാതയായി. 86 വയസ്സായിരുന്നു. ഹരിദാസ്, രഘുനാഥ്, മധു, ലീല, ഗീത, രമ, ഉമ എന്നിവർ മക്കളും, ലളിത, ലത, പ്രിയ, ബാലകൃഷ്ണൻ, ബാലചന്ദ്രൻ, ആനന്ദൻ, പരേതനായ ബാലകൃഷ്ണൻ എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. CPIM മുതിർന്ന നേതാവും രാജ്യസഭാംഗവുമായിരുന്ന CO പൗലോസ് മാസ്റ്റർക്ക് നാടിന്റെ അന്ത്യാഞ്ജലി. CPI നിയോജക മണ്ഡലം ഓഫീസ് തല്ലിത്തകർത്ത യഥാർത്ഥ പ്രതികളെ പിടികൂടണമെന്നാവശ്യപ്പെട്ട് CPIയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ യോഗം. TN പ്രതാപൻ MLAയുടെ പച്ചക്കറി കൃഷിക്ക് 100 മേനി വിളവ്. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.